പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിന് ആതിര ഉണ്ണികൃഷ്ണൻ. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തിയറിയണമേ, ഭൂമി അമ്മ എന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. നമ്മൾ ആദ്യ ഗാനം സന്ധ്യക്കെന്തിന് സിന്ദൂരം തന്നെയാവാം. പ്രിയപ്പെട്ട MK പ്രതീഷ്. സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം, കാട്ടാറിനെന്തിനു പാദസരം, എൻ കൺമണിക്കെന്തിനാഭരണം, സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം, കാട്ടാറിനെന്തിനു പാദസരം, എൻ കൺമണിക്കെന്തിനാഭരണം, സന്ധ്യക്കെന്തിനു സിന്ദൂരം. മായികമാകും മന്ദസ്മിതത്തിൻ്റെ മാറ്ററിയുന്നവരുണ്ടോ, മായികമാകും മന്ദസ്മിതത്തിൻ്റെ മാറ്ററിയുന്നവരുണ്ടോ, തങ്കമേ തങ്കമേ നിന്മേനി കണ്ടാൽ കൊതിക്കാത്ത തങ്കവും വൈരവുമുണ്ടോ, ചന്ദ്രക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം. ഭൂമിയിൽ സ്വർഗത്തിൻ ചിത്രം വരയ്ക്കുന്ന കാമുകനായ വസന്തം, ഭൂമിയിൽ സ്വർഗത്തിൻ ചിത്രം വരയ്ക്കുന്ന കാമുകനായ വസന്തം, എന്നെ കാവ്യഗന്ധർവനാക്കുന്നു സുന്ദരി, എന്നെ കാവ്യഗന്ധർവനാക്കുന്നു സുന്ദരി, നിൻ ഭാവഗന്ധം, സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം, കാട്ടാറിനെന്തിനു പാദസരം, എൻ കൺമണിക്കെന്തിനാഭരണം, സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം. പ്രതീഷിന്റെ ശബ്ദത്തിന്റെ ഒരു സൗന്ദര്യം നിങ്ങൾക്ക് ഈ ഒരു പാട്ടിൽ കൂടെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു.
ഇത്തരത്തിലുള്ള ഒരുപാട് ഗാനങ്ങൾ നമ്മളിൽ പലരും പ്രതീക്ഷ പാടി കേട്ടിട്ടുണ്ട്. ഈ ചിത്രത്തിൽ തന്നെ മറ്റൊരു ഗാനമുണ്ട്, ചെന്തെങ്ങ് കുലച്ച പോലെ എന്ന് പറഞ്ഞത്. ഈ ചിത്രത്തിൽ തന്നെയാണ് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ. ഇല്ല, ശരി, സ്വാമിയുടെ വേറെ ഏതെങ്കിലും പാട്ട് ഓർക്കുന്നോ? സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങളീ ഭൂമിയിൽ ഇല്ലാതിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. സ്വപ്നങ്ങൾ. ഗംഭീരം. പ്രതീഷ് കോഴിക്കോട്ടുകാരാണ്, കോഴിക്കോട് മാങ്കാവ്. പ്രതീഷ് മാങ്കാവ് കോഴിക്കോട്ട് ഒരു പ്രശസ്തനായിട്ടുള്ള സംഗീതജ്ഞനുണ്ട്, ശങ്കരനാരായണൻ സാർ. അദ്ദേഹത്തിൻ്റെ കീഴിൽ സംഗീതം ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിക്കുന്ന കാലത്തുമൊക്കെ ഈ സംഗീതം കയ്യിലുണ്ടായിരുന്നല്ലോ അല്ലേ? ഇല്ല, ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത്. ശങ്കരനാരായണൻ സാറിൻ്റെ അടുത്ത് ചെല്ലുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ടാണ്. ഓക്കെ. അപ്പോൾ എവിടേക്കാണ് ഇത് പ്രയോഗിച്ചിട്ടുള്ളത് ഈ പാട്ട്? ഇത്ര മനോഹരമായിട്ടുള്ളൊരു പാടാനുള്ള കഴിവുള്ള ആള് എവിടെയും കയറിയിട്ടില്ല, സ്റ്റേജിലൊന്നും കയറിയിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്നേ പാടിയിട്ടില്ല. ഓക്കെ. അപ്പം എപ്പോഴാണ് സ്റ്റേജിൽ കയറാൻ തുടങ്ങിയത്? ഡിഗ്രി ഫൈനൽ ഇയറിൻ്റെ ടൈമിൽ. ഓക്കെ. അന്ന് കോളേജ് ആർട്സ് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ആദ്യമായിട്ടാണ്. അത് തന്നെ എൻ്റെ സീനിയേഴ്സ് വെറുതെ ഒന്ന് പാടാൻ പറഞ്ഞു, അങ്ങനെ കയറിയത്. അത്രയേ ഉള്ളൂ. ഒരു കോഴിക്കോടാണല്ലോ, കോഴിക്കോടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്നും പാട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു. അതെ അതെ, കറക്റ്റ്. അപ്പോൾ കോഴിക്കോടിൻ്റെ പാട്ടുവേദികളിൽ എങ്ങനെയാണ് ഇടപെട്ടിട്ടുള്ളത്? കോഴിക്കോടിൻ്റെ പാട്ടുവേദികളിൽ അധികം ഒന്നും ഞാൻ അങ്ങനെ ഇടപെടില്ല. പക്ഷെ ഞാൻ കുറച്ചൊക്കെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ട്രൂപ്പിൻ്റെ കൂടെയൊക്കെ കയറിയിട്ടുണ്ട്. അല്ലാതെ ജോലിയും എല്ലാം കൂടി കൊണ്ടുപോകുമ്പോൾ. ഓക്കെ. 10-12 വർഷത്തോളം ഗൾഫിലായിരുന്നു ആള്. അതെ, ദുബായിലെ. ഗൾഫിൽ ഏത് കാലഘട്ടത്തിലായിരുന്നു? ഞാൻ 2007 മുതൽ 2019 വരെ. 2007 മുതൽ 2019 വരെ. ഓക്കെ. അതിന് 19 ശേഷം അതെ കോഴിക്കോട്. എന്തായാലും ദുബായിൽ പോണതിന് മുന്നേ കുറച്ച് ആക്റ്റീവ് ആയിരുന്നു, പിന്നെ ആ ഗ്യാപ്പിൽ ഉണ്ടാവുന്നത്. ഓക്കെ. എന്തായാലും സന്തോഷം. അപ്പോൾ പ്രതീഷിൻ്റെ 1-2 പാട്ടുകൾ കൂടെ നമുക്ക് ഇന്ന് ഈ പരിപാടിക്കിടയിൽ നമ്മൾ കേൾക്കും. എന്തായാലും സന്തോഷം. താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത ഗാനം സൗമ്യ പ്രഭു നമുക്ക് വേണ്ട നല്ലൊരു ഗാനമാണ്, കേൾക്കാം. കണ്ണിൽ നിന്മയിൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പേരിൽ
എന്താ പറയുന്നത്, ഒരു വലിയ സുവർണ്ണകാലം എന്ന് പറയുന്നത് എല്ലാ 60കളിലാണ് മലയാളത്തിൽ തനതായിട്ടുള്ള വരികൾ എഴുതിയിട്ടുള്ള മലയാളം പാട്ടുകൾ ഉണ്ടാകുന്നത്. ഏതാണ്ട് 70കളുടെ ഒരു മധ്യത്തോടു കൂടി ഗാനാസ്വാദകരുടെ ഒരു അഭിപ്രായത്തിൽ അതിൻ്റെ ഒരു കാലം അസ്തമിച്ചു എന്ന് പറയാം. അതിനുശേഷം വന്ന പാട്ടുകളൊക്കെ ഒരു ലൈഫുള്ള ഗാനങ്ങൾ വളരെ കുറവാണ്. ഒരു 80കൾക്ക് ശേഷം പാട്ടുകളിൽ ലൈഫ്, ജീവൻ കൊടുത്തുള്ള പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ള സംഗീത സംവിധായകർ, ചുരുക്കം സംഗീത സംവിധായകർ ഒരാളാണ് ശ്രീ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. അദ്ദേഹത്തിൻ്റെ പാട്ടാണ്. അതെ അതെ. ഏതെങ്കിലും പെരുമ്പാവൂർ സാറിൻ്റെ പാട്ട് വേറെ ഏതെങ്കിലും അറിയോ? അങ്ങനെ നോക്കിയിട്ടില്ല. സൗമ്യ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആളാണ്. അതെ. അപ്പോൾ ഒരുപാട് അവസരങ്ങൾ പഠിക്കുന്ന കാലത്തൊക്കെ പാട്ടിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. വളരെ വളരെ കുറവാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പാട്ട് പാടാൻ വന്നപ്പോൾ ഞാൻ പിന്നെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ആയിരക്കണക്കിന് റെക്കോർഡിങ്സ് സ്മോളിൽ പാടാൻ. വേറെ ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ഒരു 2 പേര്? ഒരു കുഴപ്പമില്ല. ഇംഗ്ലീഷ് ആയിക്കോട്ടെ. ഇംഗ്ലീഷ് നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത, പാട്ടുകളിൽ കേട്ടിട്ടില്ലാത്ത സംഭവം. ഫേമസ് ആയിട്ടുള്ള ടൈറ്റാനിക് സോങ് വെരി പാട്ട്. ഓക്കെ. Every night in my dreams I see you, I feel you, that is how I know you. Go on. Far across the distance and spaces between us, you have come to show you. Go on. Near, far, wherever you are, I believe that the heart does go on. Once more you open the door and you're here in my heart, and my heart will go on and on. സ്വന്തം പരിശ്രമമാണോ? കേട്ട് പഠിച്ച് അങ്ങനെ പാടും. ഇതുപോലെ വേറെ ഏതൊക്കെ ലാംഗ്വേജിൽ ശ്രമിച്ചിട്ടുണ്ട്? വേറെ തെലുങ്ക് ശ്രമിച്ചിട്ടുണ്ട്. തെലുങ്ക്, ഹിന്ദി ഒബ്വിയസ്ലി പാടുന്നതാണ്. അങ്ങനെ. എന്തായാലും സന്തോഷം, മനോഹരമായിരുന്നു കേട്ടോ. സന്തോഷം. താങ്ക് യു സൗമ്യ. ശ്രീ പരമേശ്വരൻ, അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു ഗാനമാണ് അടുത്ത് നമുക്ക് കേൾക്കാം. നീരാടുവാൻ നിലയിൽ നീരാടുവാൻ, നീരാടുവാൻ നിലയിൽ നീരാടുവാൻ, നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ, നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ, നീരാടുവാൻ നിലയിൽ നീരാടുവാൻ, നീരാടുവാൻ നിലയിൽ നീരാടുവാൻ. ഈറനാം വെണ്ണിലാവിൻ പൂമ്പുടവയഴി
ചന്ദന കുളിരണിഞ്ഞു. ഈരനാം വെണ്ടിലാവിൻ പൂമ്പുടവയഴിഞ്ഞു. ഈ നദീതൻ പുളിനങ്ങൾ ചന്ദന കുളിരണിഞ്ഞു. പൂമ്പുടവ തുമ്പിലെ കസവെടുത്തു. പൂക്കൈത കന്യകമാ മുടിയിൽ വെച്ചു. നീരാടുവാൻ നിലയിൽ നീരാടുവാൻ, നീരാടുവാൻ നിലയിൽ നീരാടുവാൻ. കാട്ടുവഞ്ചി പൂക്കളും കാറ്റിലാടി ഉലഞ്ഞു. ആലിമാലി മണൽത്തട്ടും ആതിരപ്പൂവണിഞ്ഞു. ആറ്റുവഞ്ചി പൂക്കളും കാറ്റിലാടി ഉലഞ്ഞു. ആലിമാലി മണൽത്തട്ടും ആതിരപ്പൂവണിഞ്ഞു. ആലിൻ്റെ കൊമ്പത്തെ ഗന്ധർവനോ ആരെയോ മന്ദമോദി ഉണർത്തിയിടുന്നു. നീരാടുവാൻ നിലയിൽ നീരാടുവാൻ, നീരാടുവാൻ നിലയിൽ നീരാടുവാൻ. നീ എൻ്റെ വൈകി വന്നു ഓന്തിങ്കളേ, നീ എൻ്റെ വൈകി വന്നു ഓന്തിങ്കളേ. നീരാടുവാൻ നിലയിൽ നീരാടുവാൻ, നീരാടുവാൻ നിലയിൽ നീരാടുവാൻ. ഇദ്ദേഹം വിമുക്ത ഭടനാണ്. എത്ര നാളുണ്ടായിരുന്നു മിലിറ്ററിയിൽ? 6 വർഷം. 6 6 വർഷം മിലിറ്ററി. ഓക്കെ, അപ്പോൾ വളരെ ചെറിയൊരു പീരീഡാണ്. ആ ഓക്കെ 76 മേലെയാണ്, 76 കേട്ടോ. ഓക്കെ ഓക്കെ പിന്നെ അതിന് ശേഷം 4 വർഷം ഗൾഫ്. ഓക്കെ ഓക്കെ. ഈ യാത്രക്കിടയിലൊക്കെ എപ്പോഴാണ് ഈ പാട്ട് കയറി പിടിച്ചത്? പാട്ട് ഇങ്ങനെ ഞങ്ങൾ മിലിറ്ററിയിലാകുമ്പം അങ്ങനെ ഓഫീസേഴ്സിന്റെ കൂടെ ഒക്കെ പാടാറുണ്ട്. അങ്ങനെ കുറച്ച് പ്രാക്ടീസ് ഒക്കെ ഹിന്ദി പാട്ടിനൂടെ കുറച്ച്. ഓക്കെ ഓക്കെ. എന്നാലും സന്തോഷം. ഇനി ഒരു പാട്ടിൻ്റെ 2 വരി പാടൂ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഉറപ്പായിട്ട് ഹിന്ദി പാട്ടേ പാടുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ തന്നെ കണ്ടു. ആ മത്സരത്തിന് പാടിയൊരു പാട്ടുണ്ടല്ലോ, ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ടായിരുന്നു തോന്നുന്നല്ലോ. ആറാട്ടി നാനുകൾ. അതൊരു 2 വരി ഒന്ന് പാടിയിട്ട് നമുക്ക്. ആറാട്ടിനാനകളെഴുന്നള്ളി, ആറാട്ടിനാനകളെഴുന്നള്ളി, ആഹ്ലാദ സമുദ്രം തീരതല്ലി, ആറാട്ടിനാനകളെഴുന്നള്ളി. ആനന്ദ ഭൈരവി ആനന്ദ ഭൈരവി രാഗത്തിൻ മേളത്തിൽ അമ്പല തുളസികൾ തുമ്പി തുള്ളി, ആറാട്ടിനാനകളെഴുന്നള്ളി. ഓക്കെ ഓക്കെ, താങ്ക് യു. എന്തായാലും ശ്രീ പരമേശ്വരൻ, സന്തോഷം കേട്ടോ. താങ്ക് യു. നമ്മുടെ ജോയിൻ ചെയ്തതിന് സന്തോഷം. താങ്ക് യു. ആതിര ഉണ്ണികൃഷ്ണൻ. ആതിരയാണ് നമുക്ക് വേണ്ടി അടുത്ത ഗാനം പാടുന്ന ആതിരയുടെ പാട്ട്.
പുഷ്പം ചൂടി നിൽക്കും രാത്രി ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി കഞ്ചബാണ ദൂതിയായി നിന്നരികിലെത്തി ചഞ്ചലേ നിൻ വിഭജിത തൊട്ടുണർത്തി ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി കുറിച്ചു പൊന്നൂലിൽ കുറിച്ചു പൊന്നൂലിൽ താമര കൺമുനകള പകർത്തി വച്ചു ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി ഏതൊരു തപസ്വിക്കും പ്രാണങ്ങളിലാകെ കുളിരേകുന്നോരഗ്നിയായി നീ പടരൂ. ഏതൊരു തപസ്വിക്കും പ്രാണങ്ങളിലാകെ കുളിരേകുന്നോരഗ്നിയായി നീ പടരൂ. പൂവല്ല പൂനിലാവിൻ കിരണമല്ല പൂവല്ല പൂനിലാവിൻ കിരണമല്ല നിൻ തോമിഴി കഴനങ്ങളുടെ പ്രിയബാണങ്ങൾ ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി പഞ്ചബാണ ദൂതിയായി നിന്നരികിലെത്തി ചഞ്ചലേ നിൻ വിഭജിത തൊട്ടുണർത്തി ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി
അപ്പോൾ ഇത് ആതിര ഉണ്ണികൃഷ്ണൻ, നമ്മുടെ ചെന്നൈക്ക് പുതിയ ആളാണ്. ചെന്നൈ വന്നിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ട് ചെന്നൈ? 3 മാസം. കുഴപ്പമില്ല. കുഴപ്പമില്ല. ചെന്നൈയിൽ എന്തിനാണ് എത്തിയത്? ഞാൻ മ്യൂസിക് പഠിക്കാൻ വേണ്ടിയിട്ട്. എവിടെയാണ് ചെന്നൈയിൽ എവിടെ ചേർന്നിരിക്കുന്നത്? ഞാൻ ക്വീൻ മേരീസ് കോളേജിൽ. ക്വീൻ മേരീസ് കോളേജിലാണ്. 3 മാസമേ ആയുള്ളൂ. ക്വീൻ മേരീസ് കോളേജിൽ സംഗീതം പഠിക്കാൻ എത്തിയതാണ്. എറണാകുളം സ്വദേശിയാണ്. നമ്മൾ ആദ്യം കണ്ടത് നമ്മുടെ പരിപാടി ഓർമ്മയുണ്ടോ? ലൈവ് ലൈവ്. നല്ല ഗംഭീരം, നന്നായി. അന്നേ എനിക്കറിയാം നല്ല സുന്ദരമായിട്ട് പാടുന്ന ആളാണ്. പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? എങ്ങനെയായിരുന്നു? ആരുടെ കൂടെ പഠിച്ചത്? ഞാൻ ശ്രീധര മേനോൻ സാറിൻ്റെ കൂടെയാണ് കൂടുതൽ കാലം പഠിച്ചത്. ഇപ്പോൾ ശുഭ ഗണേശൻ മാമിൻ്റെ കൂടെ ഇവിടെ. അപ്പോൾ പാട്ടാണ് ഇനിയുള്ള ലൈഫ് എന്ന് തീരുമാനിച്ചു. അതാണ് പിന്നെ ഒരു പഠനം പാട്ടിൽ തന്നെ ആക്കാൻ തീരുമാനിച്ചത്. അല്ല, സന്തോഷം കേട്ടോ. മനോഹരമായിട്ട് ഈ ഗാനം പാടുകയും ചെയ്തു കേട്ടോ. എന്ത് പുഷ്പം. ഒരുപക്ഷേ നന്ദകുമാർ ചേട്ടനൊക്കെ പാട്ടുകളുടെ ലിസ്റ്റ് ഇങ്ങോട്ട് തരുമ്പം സജഷൻസ് പറയും. ആതിരോട് ഇത്തവണ പറയാൻ ആദ്യമായതുകൊണ്ടാണ് അല്ലേ? പക്ഷേ ഇന്ദു പുഷ്പം മനോഹരമായിട്ട് നല്ല ഗംഭീരമായിട്ട് പിന്നെ പാടി. വേറൊരു പാട്ടിൻ്റെ ഒരു പല്ലവിയോട് പാടിയിട്ട് നമുക്ക് ഇന്ന് പിരിയാം. കാതിൽ തേൻമഴയായി. കാതിൽ തേൻമഴയായി. അല്ല, അത് എനിക്ക് മനസ്സിലായി. ഓക്കെ, ശരി. കാതിൽ തേൻമഴയായി കേൾക്കാം. കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ. കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ. കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ മധുരമായി പാടും മണിശംഖുകളായി. കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ. കാതിൽ തേൻമഴയായി എന്ന് പറയുമ്പോൾ ഞാൻ ആതിരെ ഒന്ന് നോക്കിയത്, ഉണരൂ വേഗം നീ എന്നൊരു ഗാനം ഉണ്ടല്ലോ. ട്രൈ ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും? അറിയില്ല, കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്, ഇതുവരെ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് വേണ്ടി ആ ഗാനം പഠിക്കണം കേട്ടോ. ഓക്കെ, സന്തോഷം. ആതിര ഉണ്ണികൃഷ്ണൻ, താങ്ക് യു. ആദിത്യ പാടാം. ആദിത്യ പുതിയ കുട്ടിയാണ്. La 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 la. ശാന്തമീ രാത്രികൾ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, കൊണ്ടുവാ. കൊമ്പിട് കുറുമ്പുഴൽ കൊട്, തപ്പിട് തകിൽപുറം കൊട്. നഗരതീരങ്ങളിൽ കുതിരവേ ശാന്തമീ രാത്രികൾ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, കൊണ്ടുവാ. ശാന്തമീ രാത്രികൾ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, കൊണ്ടുവാ. ആകാശകൂടാരക്കീഴിൽ നിലാവിന്റെ പാൽക്കിണ്ണ നീട്ടുന്നതാര്? തീരാതിരക്കൈയിൽ താനാട് സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാര്? ആകാശകൂടാരക്കീഴിൽ നിലാവിന്റെ പാൽക്കിണ്ണ നീട്ടുന്നതാര്? തീരാതിരക്കൈയിൽ താനാട് സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാര്? കാതോരം പാഴ്പൂരം കാണാൻ വാ, കാതോരം പാടാൻ വാ, പാഴ്പൂരം കാണാൻ വാ.
ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ നക്ഷത്ര പൊന്നാണ്യ ചെപ്പിൽ നിലാവിന്റെ നീറ്റം നിറയ്ക്കുന്നതാര് കാണാപുറം കടന്നെത്തുന്ന കാറ്റിന്റെ കണ്ണീരിൽ മുത്തുന്നതാര് നക്ഷത്ര പൊന്നാണ്യ ചെപ്പിൽ നിലാവിന്റെ നീറ്റം നിറയ്ക്കുന്നതാര് കാണാപുറം കടന്നെത്തുന്ന കാറ്റിന്റെ കണ്ണീരിൽ മുത്തുന്നതാര് കാതോരം പാഴ്പൂരം കാണാൻ വാ കാതോരം പാടാൻ വാ പാഴ്പൂരം കാണാൻ വാ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊമ്പിട് കുറുങ്കുഴൽ കൊട് തപ്പെട് തകിൽപുറം കൊട് നഗര തീരങ്ങളിൽ ലഹരിയിൽ കുതിരവേ ലാലലാ കൊണ്ടുവാ താങ്ക് യു. പാട്ട് മാത്രമായിരുന്നില്ല, ചെറിയായിട്ടുള്ള ഇരിക്കും. ശാന്തമീ രാത്രിയിൽ SP വെങ്കടേഷിൻ്റെ ഗാനോ, നല്ല താളം. ആ താളത്തിനനുസരിച്ച് പാടുകയും ചെയ്തു കേട്ടോ. താങ്ക് യു. ആദിത്യ എന്ത് ചെയ്യുന്നു? ഞാൻ MCC പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു, 11ാം ക്ലാസ്സിൽ. 11th പഠിക്കുന്നത്. എവിടെ താമസിക്കുന്നത്? ചെന്നൈയിൽ? റോയപ്പേട്ടയാണ്. ഓക്കെ. പാട്ട് എങ്ങനെയാണ്? മലയാളം പാട്ടുകൾ വേറെ ഒരുപാട് അറിയാമോ? മലയാളം പാട്ടോ? യേശുദാസിന്റെ സൗവർണികാമൃത വീജികൾ പാടും സഹസ്രനാമങ്ങൾ. ഇപ്പൊ രണ്ടുപേരും പാടുവോ? രണ്ടുപേരും അറിയാവുന്ന പാടും. സൗവർണികാമൃത വീജികൾ പാടും ജഗദംബികേ മൂകാംബികേ. സൗവർണികാമൃത വീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ, പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാതാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ. സൗവർണികാമൃത വീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ, പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ നിന്റെ പാതാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ. ഓക്കെ. എന്തായാലും ഇത്തരം ഒരുപാട് പാട്ടുകളെ പരിശീലിക്കുക. നമുക്ക് ഇനിയും ഉള്ള വേദികൾ വരുമ്പോൾ നല്ല നല്ല പാട്ടുകളുടെ സെലക്ഷനിലാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. നമ്മൾ പാട്ടുകാരൻ എന്നുള്ള നിലയിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാനായിട്ട് നമ്മൾ എടുക്കുന്ന പാട്ടുകളിലുമുണ്ട് അതിന് ഒരു പങ്കുണ്ട്. അപ്പോൾ അത്തരത്തിൽ നല്ല ഗാനങ്ങൾ പരിശീലിക്കുക. നമുക്ക് ഇനിയും ആദിത്യയെ കേൾക്കാം. താങ്ക് യു. എന്തായാലും സന്തോഷം. അഞ്ജലീന തോമസ് കേൾക്കാം.
വെയിലൊളി പൂകാവടിയാടി തിരുതില്ലാൻ തിമിരതകിലൊടു പാടി തൊടിയിലേതോ പൊന്നാനി പാടി തൊടിയിലേതോ പൊന്നാനി പുലരി വെയിലൊളി പൂകാവടിയാടി തിരുതില്ലാൻ തിമിരതകിലൊടു പാടി പാടി തില്ലാന തില്ലാന ധിര 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 തില്ലാന 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 ധിര 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 തില്ലാന അരിയന്നൂർ കാവിലെ കൂത്തുമാടത്തിൽ തിരിവയ്ക്കാൻ പോരുന്നു മകരസൂര്യനും തേവാരം കാണണം വേല കൂടണം തെക്കണ്ണം പുള്ളവൻ പാട്ടും കേൾക്കണം തിരുവില്ലാമലയിൽ മേട പുലർകാല പുൻകണിരെ വെള്ളോട്ടിൻ ഉരുളി ഉരുക്കണം പാടി പുലരിയേതോ പൊന്നാനിലേ പുലരി വെയിലൊളി പൂകാവടിയാടി തിരുതില്ലാൻ തിമിരതകിലൊടു പാടി പാടി തൃത്താലക്കോലത്തെ വേളി പെണ്ണിന് തിരുവിരളിൽ ചാർത്താൻ താരമോതിരം കണ്ണെഴുതാൻ രാവിൽ കൂടെ കൺമഷി കസവണിയാ മാറ്റണം മാഘപൂർണ്ണമി തിരുവേലി പന്തലമെയ്യാൻ തിരുനാവമണലോരത്ത് തിരുവാതിരമെനയും പണയൂല പാടി തൊടിയിലേതോ പൊന്നാനിലേ പുലരി വെയിലൊളി പൂകാവടിയാടി തിരുതില്ലാൻ തിമിരതകിലൊടു പാടി പാടി താങ്ക് യു പാടി തൊടിയിലേതോ ഈ പാട്ട് ആരാ പാടാൻ പറഞ്ഞു? ഇതൊരു സെലക്ഷനിലുണ്ടായിരുന്ന ഒരു സോങ് ആയിരുന്നു. അല്ല, ഞാൻ ആദ്യം അപ്പാ പറഞ്ഞു, വേറൊരു പാട്ടായിരുന്നല്ലോ ആദ്യം പാടാൻ വെച്ചിരുന്നത്. അത് ശ്യാമമേഘമായിരുന്നു തോന്നുന്നു. ആ പിന്നെ അപ്പാ പറഞ്ഞു പാടി തൊടിയിലിടും ആ എടുക്കൂ. അതാണ്, അവിടേക്കാണ് ഞാൻ വന്നത്. അപ്പം ആരും അവിടെയാണ്. ഓക്കെ ഓക്കെ, എന്നാൽ മനോഹരമായി പാടി കേട്ടോ, നന്നായി പാടി, നന്നായി പാടി. താങ്ക് യു അങ്കിൾ. വേറെ ഏതെങ്കിലും ഒരു പാട്ട് കൂടെ എന്താ ഉള്ളത്? നമുക്കൊരു 2 വരി പാടാനുള്ളത്. വേറെ ലാംഗ്വേജ് മതിയോ? പെട്ടുപോയല്ലോ. ശരി, ഏതാ ലാംഗ്വേജ്? തമിഴ്. ആയിക്കോട്ടെ. ഗ ഗ മഗ മരി മഗരി സനി രി സ പ മഗ മധ മഗരി സനി രി സ ഗ മ സ നി സ ധ നി മ ധ ഗ മ രി ഗ സ നി സ ധ നി സ മ ഗ ഗ നി സ പ മ മ ഗ സ നി സ ഗ മ ഗ രി നി ധ മ മ ഗ ഗ മ ഗ ഗ ഗ മ രി ഗ നി രി നി ഗ രി മ ഗ രി സ പ മ ധ മ നി ധ നി മ ധ ഗ മ രി ഗ സ മലകൾ കേട്ടേ വന
വനമേ തന്തനെ തണ്ണീർ കേട്ടേനാമൃതം தந்தனை எதை நான் கேட்பின் எதை நான் கேட்பின் உனையே தருவாய் மலர்கள் கேட்டே வனமே தந்தனை தண்ணீர் கேட்டேனாமிருதம் തന്തനൈ. മനോഹരമായി അല്ലേ? ഓക്കെ, സന്തോഷം കേട്ടോ. താങ്ക് യു. പാടി തൊടിയിലതോ മനോഹരമായി പാടി. താങ്ക് യു. ശ്രീമതി ശ്രീദേവി തിരുവിഴ, മനോഹരമായ ഒരു ഗാനമാണ്. പാട്ട് മാറ്റിയിട്ടൊന്നുമില്ലല്ലോ? ഇല്ല, അത് തന്നെ പാടുന്നത്. ഓക്കെ. വെച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ ആരോ കമഴ്ത്തി വെച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ പഴകിയൊരോർമ്മയാൽ മിഴിനീരുവാർക്കും പാഴിരുൾ തറവാടൻ മുന്നിൽ ഒരിക്കൽ കൂടി തിരുമുറ്റത്തെത്തുന്നു ഓണനിലാവും ഞാനും ഈ ഓണനിലാവും ഞാനും ആരോ കമഴ്ത്തി വെച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ ഉണ്ണിക്കാലടികൾ പിച്ച നടന്നോരി മണ്ണിനെ ഞാനെന്നും സ്നേഹിക്കുന്നു ഉണ്ണിക്കാലടികൾ പിച്ച നടന്നോരി മണ്ണിനെ ഞാനെന്നും സ്നേഹിക്കുന്നു ആദ്രമാം ചന്ദന തടിയിലെരിഞ്ഞൊരെന്നച്ഛൻ്റെ ഓർമ്മയെ സ്നേഹിക്കുന്നു അരട്ടുടം കണ്ണീരാലത്താഴം വിളമ്പിയോരമ്മതൻ ഓർമ്മയെ സ്നേഹിക്കുന്നു ഞാൻ മതൻ ഓർമ്മയെ സ്നേഹിക്കുന്നു ആരോ കമഴ്ത്തി വെച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ
വേദന ഞാനിന്നും സൂക്ഷിക്കുന്നു. ആരോ കമഴ്ത്തി വെച്ചൊരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ പഴകിയൊരോർമ്മയാൽ മിഴിനീരുവാർക്കും ആഴിരുൾ തറവാടൻ മുന്നിൽ ഒരിക്കൽ കൂടി തിരുമുറ്റത്തെത്തുന്നു. ഓണനിലാവും ഞാനും ഈ ഓണനിലാവും ഞാനും. താങ്ക് യു. ആരോ കമഴ്ത്തി വെച്ചൊരു ഒട്ടുരുളി പോലെ. പിന്നെ ശ്രീദേവി ടീച്ചറോട് ഏത് പാട്ട് നമ്മൾ ഒന്ന് പാടണമെന്ന് പറഞ്ഞാലും പാടും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഏതെങ്കിലും ഒരു മറ്റൊരു ഗാനം അങ്ങനെ പറയുമ്പം ശരി. അപ്പം അങ്ങനെ പറഞ്ഞാൽ ആതിര മിസ് ചെയ്തൊരു പാട്ടുണ്ട്, ഉണരൂ വേഗം നീ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ അല്ല, അത് ഞാൻ വിട്ടു. പകരം മറ്റൊരു ഗാനം. അറിയാം സുഖമില്ലാണ്ടിരിക്കാൻ എനിക്കറിയാം. ഉണരൂ വേഗം നീ സുമറാണി, വന്നു നായകൻ, പ്രേമത്തിൻ മുരളീ ഗായകൻ. ഉണരൂ വേഗം നീ സുമറാണി, വന്നു നായകൻ, പ്രേമത്തിൻ മുരളീ ഗായകൻ. മലരേ എനിക്കറിയാം. എനിക്ക് ഇങ്ങനെ എത്ര പാട്ടിൻ്റെ പല്ലവി പാടണമെന്ന് പറഞ്ഞാലും പാടുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്നത്തെ ഒരു സുഖമില്ലായ്മ കൊണ്ട് ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ പാട്ട് ഞാൻ എന്തുകൊണ്ട് ഏട്ടൻ ചോദിക്കുന്ന വിചാരിച്ചു. ഞാൻ പ്രത്യേകിച്ചും പ്രവാസികളായ നമുക്ക് ഓണം എന്ന് പറയുമ്പോൾ എന്തൊക്കെയായാലും ശരി, നമുക്കിനി സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെ ഓണാഘോഷമാണ്. എന്നാലും കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാർക്ക് ഓണം എന്ന് പറയുമ്പോഴേക്കൊരു വിങ്ങലാണ്, ഒരു നൊസ്റ്റാൾജിക് ഒരു ഇതാണ്. അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നും. ഗിരീഷ് പുത്തഞ്ചേരി അദ്ദേഹത്തിൻ്റെ ലിറിക്സും വിദ്യാസാഗർ അദ്ദേഹത്തിൻ്റെ സംഗീതം കൂടി വരുമ്പോൾ അതുകൊണ്ടാണ് ഈ പാട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നത്. പക്ഷെ ഇതിനേക്കാൾ ബെറ്ററായിട്ട് പാടായിരുന്നു, ശബ്ദം എന്തായാലും മനോഹരമായി. സന്തോഷം കേട്ടോ. താങ്ക് യു. ശ്രീദേവി തിരുവിഴ കൽപ്പാക്കത്തു നിന്നാണ്. നമുക്ക് അദ്ദേഹം കേന്ദ്ര സർക്കാർ ജീവനക്കാരനാണ്. നമുക്ക് പാട്ട് കേട്ടിട്ട് വർത്തമാനം പറയാം. പാടാം. താലിയുമായി വരും നീ തിങ്കളേ ഇതിലേ ആവണി പൊയ്കയിൽ നാണമോനും ആപലോ വധുവായ മാനത്തായി മുകിലകല മറയുമൊരു യാമത്തിൽ അനുരാഗമലയുമൊരു മാനത്തായി മുകിലകല മറയുമൊരു യാമത്തിൽ അനുരാഗമലയുമൊരു മാംഗല്യം രാവിൽ താലിയുമായി വരൂ നീ തിങ്കളേ ഇതിലേ ആവണി പൊയ്കയിൽ നാണമൂലും ആമ്പലോ വധുവായ
മേലെ മാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ മണവാട്ടിയായ വരമഞ്ജുളാംഗിയുടെ സ്വന്തമായ നിമിഷം. മേലെ മാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ മണവാട്ടിയായ വരമഞ്ജുളാംഗിയുടെ സ്വന്തമായ നിമിഷം. വരവേൽക്കൂ മൈനേ നിറമംഗളമരുളൂ കോകിലമേ, വരവേൽക്കൂ മൈനേ നിറമംഗളമരുളൂ കോകിലമേ, സുരഭിലമായൊരു മണിയറമലയൂ മധുവന മാനസമേ. ആലിലത്താലിയുമായി വരൂ നീ തിങ്കളേ ഇതിലേ ഇതിലേ, ആവണി പൊയ്കയിൽ നാണമൂലും ആമ്പലോ വധുവായ. ചന്ദനക്കുറിയണിഞ്ഞും നറുകുങ്കുമത്തിലകമോടെ കനകാങ്കുലീയമണിയുന്ന ദേവസവിദേവിലോലനീയേ. ചന്ദനക്കുറിയണിഞ്ഞും നറുകുങ്കുമത്തിലകമോടെ കനകാങ്കുലീയമണിയുന്ന ദേവസവിദേവിലോലനീയേ. ഇതളണിയുന്നല്ലോ കുമുദിമിയുടെ കനവു നിലാവുളിയിൽ, ഇതളണിയുന്നല്ലോ കുമുദിമിയുടെ കനവു നിലാവുളിയിൽ, പുതിയൊരു ജീവിത വനികയിലുണരൂ കുറുമൊഴി മുല്ലകളെ. ആലിലത്താലിയുമായി വരൂ നീ തിങ്കളേ ഇതിലേ ഇതിലേ, ആവണി പൊയ്കയിൽ നാണമൂലും ആമ്പലോ വധുവായ. മാനത്തായി മുകിലകല മറയുമൊരു യാമത്തിൽ അനുരാഗമലിയുമൊരു, മാനത്തായി മുകിലകല മറയുമൊരു യാമത്തിൽ അനുരാഗമലിയുമൊരു മാംഗല്യം ആലിലത്താലിയുമായി വരൂ നീ തിങ്കളേ ഇതിലേ ഇതിലേ, ആവണി പൊയ്കയിൽ നാണമൂലും ആമ്പലോ വധുവായ. ആലിലത്താലിയുമായി മിഴിരണ്ടിലും. ഈ സിനിമ തന്നെ മറ്റൊരു ഗാനം കൂടെ ഉണ്ടല്ലേ? ഒരു ഗാനം കൂടി ഉണ്ടെന്ന് ഏതാ, ഓർമ്മയുണ്ടോ അത്? ഇല്ല, ഓർമ്മയില്ല. അതെ, രവീന്ദ്ര മാഷിൻ്റെ ഏതാണ്? അതെ, അത് എനിക്കും ഓർമ്മ വരുന്നില്ല. അതിൽ മനോഹരമായി പാടി. സജീവ്, PT സജീവ്, അദ്ദേഹം ഇന്ദിരാഗാന്ധി ആറ്റമിക് റിസർച്ച് സെന്ററിൽ ഉദ്യോഗസ്ഥനാണ്. അതെ, കൽപ്പാക്കം. അതെ സർ. എന്തായാലും സന്തോഷം. പിന്നെ പാട്ടൊക്കെ പാടാൻ അവിടെ കൽപ്പാക്കത്തൊക്കെ അവസരമുണ്ടോ? കൽപ്പാക്കത്ത് ഞങ്ങൾക്ക് മലയാള സാംസ്കാരിക വേദി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുണ്ട്. അതിൽ എല്ലാ ഓണാഘോഷവും, ഇപ്പം നാളെ ഒരു പ്രോഗ്രാം കൂടെ ഉണ്ട് എനിക്ക്. നാളെ ഒരു ഗ്രൂപ്പ് കൽപ്പാക്കത്ത് നാളെ ഓണാഘോഷമാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സദ്യ, ഓണസദ്യക്ക് കൽപ്പാക്കത്തേക്ക്. സന്തോഷം, സന്തോഷം. എന്തായാലും ഒരുപാട് നാൾ കൂടിയിട്ട് നമ്മൾ സജീവ ഇതിൽ വരണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇത്തവണ ഒരു അവസരം ഉണ്ടായി, സന്തോഷം പറയുന്നു. ഞാനൊരു അല്ല, ഞാൻ ഇത് എങ്ങനെയും പങ്കെടുത്തേ പറ്റൂ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പ്രാവശ്യം വന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ പിരിയുന്നതിന് മുമ്പ് ഒരു പാട്ടിൻ്റെ പല്ലവി കൂടെ ആവാം. ആയിക്കോട്ടെ. ജയചന്ദ്രൻ്റെ പാട്ടുകളാണ് ഭയങ്കര ഇഷ്ടം എനിക്ക്. ജയചന്ദ്രൻ്റെ ഒരു അധികം ആരും കേട്ടിട്ടില്ലാത്ത ഒരു ലളിതഗാനമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പതിരുള്ള നാഴൂരി നെല്ലുമായെന്നമ്മ പടിവാതിൽ ചാരുന്ന നേരങ്ങളിൽ കണ്ണീരു പെയ്യുന്നു കോലായിലെന്നോട് ശോകരാമായണ പാരായണം.
ഇപ്പം എൻ്റെ തൊണ്ട ശരിയല്ല ആക്ച്വലി, ക്ഷമിക്കണം. ഓക്കെ, ഏതായാലും കേട്ടിട്ടുള്ളവരുണ്ട്, പക്ഷേ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന മനോഹരമായ ഗാനമാണ്. അപ്പോൾ ഈ പാട്ട്, ഈ ലളിതഗാനം കേൾക്കാൻ ശ്രമിക്കുകയും ചെയ്യും കേട്ടോ. സന്തോഷം. താങ്ക് യു സജീവ്.